നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ വെച്ചും കൂടി ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് അവിടെ കുറച്ച് പോത്തോസെല്ലാം ഇങ്ങനെ നീണ്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടിയെടുത്തിട്ട് അതിനെ ഈ കപ്പിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ, ആ ഭിത്തിയിലെല്ലാം പിടിച്ചിട്ട് മണി പ്ലാന്റ് നിറച്ച് ഇങ്ങനെ വലിയ ഇലയായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പം ഞാൻ അതിനെല്ലാം അന്ന് എടുത്തിട്ട് ഇതിനകത്താണ് വെച്ചിരുന്നത്. അപ്പം അതിനകത്ത് ശരിക്കും നന്നായിട്ട് വേരുകളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെട്ടിയതും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഓരോ നോട്ട് വെച്ച് വെട്ടിയെടുത്തതിന് ശേഷം ഒരു കയറും കൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. കയറാണ് ഞാൻ എടുത്തത്, പ്ലാസ്റ്റിക് അല്ല. എന്നിട്ട് അതിനെ കെട്ടിയതെന്ന് പറഞ്ഞാൽ വളരെ ലൂസായിട്ടൊരു ചെറിയൊരു കെട്ട് പോലെയുള്ളത്, അതിന് ചെടിക്ക് നോവാത്ത പോലെ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഞാൻ കട്ട് ചെയ്തില്ല, കാരണം അതിനെ അങ്ങനെ ഒരു ലൂസാക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതിനും വേര് നന്നായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ പോട്ടിലോട്ട് നട്ട് വെക്കാം. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യാനായിട്ട് അതെല്ലാം ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച ഒരു 5 ചെറിയ ചെടി ഞാൻ പെറ്റൂണിയൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി മറ്റേ ബൊഗൈൻവില്ലയെല്ലാം നട്ടതിന് ശേഷം ഇത് ചെയ്യാമെന്ന് വെച്ചിട്ട് പിന്നെ സമയം പോയി. അത് കാരണം ഞങ്ങൾ പിന്നെ ചെയ്തില്ലായിരുന്നു. അപ്പം ഇന്ന് അതെല്ലാം കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് അവിടെ തൂത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് സമയം പോയി. പിന്നെ ആ സമയത്ത് അച്ചു അവിടെ അവൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ആ സമയത്ത് അവിടെ ജോലിയില്ല. അപ്പം ഞാൻ അവിടുത്തെ വർത്തമാനമൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ആദ്യം തെർമക്കോളൊക്കെ വലിയ പീസുകളാണല്ലോ, അപ്പോൾ അതിനെയൊക്കെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ട് തന്നിട്ട് അത് ഞങ്ങൾ എല്ലാം വെട്ടിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് പോട്ടിംഗ് മിക്സ്, കാരണം തെർമക്കോൾ ഇട്ടതിന് ശേഷം പോട്ടിംഗ് മിക്സ് എല്ലാത്തിലും ആദ്യം ഫില്ല് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഓരോ ചെടിയായിട്ട് വെച്ച് കൊടുത്തത്. പക്ഷേ എനിക്കത് കുറച്ച് കളിപ്പീരായിപ്പോയി. അതെടുത്തപ്പോൾ തന്നെ ശരിക്കും അങ്ങ് വല്ലാതെ പോയി ഇരുന്നു. നല്ലൊരു ജീവനോടെ അല്ല അതിരുന്നത്. അപ്പം കുറച്ച് ദിവസം ഇവിടെ നമ്മൾ വെച്ചേക്കുമല്ലോ. സാധാരണ ഞാൻ അങ്ങനെ ഓൺലൈനിൽ വരുന്നതൊക്കെ കുറച്ച് ദിവസം വെച്ചതിന് ശേഷമാണ് പിന്നെ നടുന്നത്. പക്ഷേ ഇതങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നാലും നട്ടു വെച്ചിട്ടുണ്ട്. 2 എണ്ണം ശരിക്കും അങ്ങ് പോയി. ബാക്കി 3 എണ്ണം ഒക്കെ പിടിച്ച് ഒരുമാതിരിയൊക്കെ നിൽപ്പുണ്ട്. അറിയില്ല അതെങ്ങനെ ആയി വരും എന്നറിയില്ല. എന്താ ഹാങ്ങിങ് പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പക്ഷേ ഹാങ് ചെയ്തിട്ടില്ല, താഴെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ബൊഗൈൻവില്ല നടാനുള്ളതിൻ്റെ പോട്ടെല്ലാം അച്ചു അപ്പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് നട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെടി നടാനുള്ളത് ഇനിയിപ്പോൾ ഒന്നും ഇരിപ്പില്ല. ഇനി പുതിയതെന്തെങ്കിലും മേടിച്ചാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയും. പിന്നെ എനിക്കുള്ളത് റോസ് ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞ അന്ന് ചെയ്തിട്ട് അന്നേരമൊക്കെ പൂ വന്നു. പിന്നെ അത് കഴിഞ്ഞിപ്പം ഒരനക്കവും ഇല്ലാതെ നിൽക്കുകയാണ്, അന്ന് മുരടിച്ച പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോട്ടൊക്കെ എനിക്ക് കുറേ പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി പെയിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇനി അത് ഒന്ന് കാണാം കേട്ടോ.
കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ ആദ്യം പോട്ടിൻ്റെ താഴെ അടിഭാഗത്ത് തെർമോക്കോളാണ് ഇട്ടത്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പൊട്ടിംഗ് മിക്സ് ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മറ്റേ ചെടിയെടുത്ത് ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേര് ഡയറക്റ്റ് നല്ല പൊട്ടിംഗ് മിക്സിലോട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടിക്കുന്നത്. പിന്നെ ഈ പൊട്ടിംഗ് മിക്സ് നല്ലതാണ് കേട്ടോ. ഞാനിപ്പം പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമാണ് ജോലി ചെയ്യാൻ. മറ്റേത് ഞാനിവിടെ മണ്ണ് എല്ലാം കൂടെ ചേർത്തൊക്കെ എടുക്കണമല്ലോ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒരുപാട് മണ്ണ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനുശേഷം ഇതുവരെ അതെടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം എപ്പോഴും ഞാനിത് മേടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇന്ന് രാവിലെ പോയിട്ട് അച്ചു 20 കിലോയുടെ പാക്കറ്റാണ് മേടിച്ചുകൊണ്ട് വന്നത്. അത് 10 വെച്ചിട്ട് 2 പാക്കറ്റാണ് അവൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം അന്ന് തന്നെ നഴ്സറി കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇത് ചെയ്ത് ചെറിയ ബോട്ടിലാക്കിയപ്പോൾ തന്നെ ടൈലും ഓടും ഒക്കെ പൊട്ടിച്ചിട്ട്, അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലെല്ലാം അങ്ങനെ ഇട്ടിട്ടാണ് വെച്ചത്. അതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സെയിം മിക്സ് തന്നെയാണ് അതിനും ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വേര് പിടിച്ചു, അതിനകത്ത് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് മാറ്റുന്നത്. എല്ലാം ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നത് എല്ലാത്തിനും തികയുമോ എന്ന്. പക്ഷേ ഒരെണ്ണത്തിന് മാത്രം തികഞ്ഞില്ല, ബാക്കി എല്ലാത്തിനും ആ 20 കിലോ കൊണ്ട് എനിക്ക് പറ്റി. പിന്നെ അതുമല്ല, ഇത് മാത്രമല്ല, മറ്റേ കുഞ്ഞ് ഹാങ്ങിങ് പ്ലാന്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത് 5 എണ്ണം അത് നിറച്ചായിരുന്നു. അതിന് ശേഷമാണ് ഇതിലോട്ട് വെച്ചത്. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ നട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇതെനിയിപ്പം ഒരു തണലത്തോട്ട് വെക്കണമല്ലോ. ഒരു 10 ദിവസം കഴിയാണ്ട് അത് വെയിലത്തോട്ട് മാറ്റാനും പറ്റില്ല. അപ്പം കഴിഞ്ഞ ദിവസം വെച്ചതൊക്കെ ദേ കണ്ടോ, നല്ല ഫ്രഷായിട്ട് തന്നെ സൈഡിൽ ഏതാണ്ട് അവിടെ നിൽപ്പുണ്ട്. ഇലകളൊന്നും വാടിയിട്ടുമില്ല, പൂക്കളും പോയിട്ടില്ല, എല്ലാം അതുപോലെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഈ സൈഡിലോട്ട് തന്നെ അത് നിരത്തി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ റോസയുടെ ചെടികളെല്ലാം അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പം കുറച്ചായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടെ റിപ്പോർട്ട് ചെയ്യണം, കാരണം അതിൻ്റെ അകത്തുള്ള മണ്ണ് ഭയങ്കര കട്ടിയാണ്, വേരോടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് എടുത്ത് മാറ്റി നന്നായിട്ടൊന്ന് അത് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇപ്പം അത് കംപ്ലീറ്റ് വല്ലാതെ മുരടിച്ച് കിടക്കുകയാണ്. പിന്നെ അച്ചു അതെല്ലാം കൂടെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അവനുള്ളത് കാരണം എനിക്ക് ഭയങ്കര ഹെൽപ്പാണ്. അവൻ എന്നെക്കൊണ്ട് വെയിറ്റൊന്നും എടുപ്പിക്കത്തില്ല, അവൻ തന്നെ അതെല്ലാം ചെയ്യുള്ളൂ. പിന്നെ അവനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ബോറടിയൊന്നുമില്ല, കാരണം ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സമയം അങ്ങ് പോകും. അപ്പുക്കുട്ടൻ നേരത്തെ അപ്പുക്കുട്ടനും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ കാര്യങ്ങളെല്ലാം. പിന്നെ അന്നത്തെ ഞങ്ങളുടെ സംസാര വിഷയം ദീപക്കായിരുന്നു. ഈയിടെ സൂയിസൈഡ് ചെയ്ത ദീപക്കായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ആ പെൺകുട്ടി എന്താണ് സാധിച്ചതെന്നറിയില്ല. ഒരച്ഛൻ്റെ അമ്മയുടെ മകനല്ലേ പോയത്. എനിക്കുണ്ട് 2 ആൺമക്കൾ. അപ്പോൾ അവരും ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ഈ ട്രെയിനിൽ ബസ്സിൽ ഒക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ കാലിൽ നല്ല ഹീലും പിന്നെ കയ്യിൽ പിന്നും ഒക്കെ കരുതിയാണ് ഞാനും നടന്നിരുന്നത്. നമ്മുടെ ഒരു ആയുധം പോലെ അത് കയ്യിൽ കരുതിയിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം കൊണ്ടുണ്ടായത്, അങ്ങനെയൊക്കെ കാണിക്കുന്ന ഫ്രോഡായിട്ടുള്ള ആൾക്കാർക്കൊരു ഗുണമാണ് ഉണ്ടായത്. കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് പെണ്ണുങ്ങൾ പ്രതികരിക്കാൻ മടിക്കും, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട്. ആ കുട്ടി അത് ചെയ്യണ്ടായിരുന്നു. പാവം ഒരു മനുഷ്യനെ വെറുതെ മരണത്തിലേക്ക് തള്ളിവിടണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തൂപ്പെല്ലാം കഴിഞ്ഞു, തൂപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത്രയൊക്കെയാണ് ഇന്ന് നട്ടുവെച്ച ചെടികളെല്ലാം. എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.